മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് അല്ലെങ്കിൽ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് അല്പസമയത്തിനകം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കാൻ പോകുന്നു. ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി ധനമന്ത്രി രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തി. ബജറ്റിന് കേന്ദ്രമന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. കേരളത്തിന് ഒരുപാട് പ്രതീക്ഷകൾ നിലനിൽക്കുന്നു. മധ്യവർഗത്തെ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി തന്നെ പറയുമ്പോൾ നികുതി ഇളവുണ്ടാകുമോ എന്ന പ്രതീക്ഷ അവിടെ നിൽക്കുന്നു. ഡൽഹി തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നു. അത് കഴിഞ്ഞ് ബീഹാർ തെരഞ്ഞെടുപ്പ് നിൽക്കുന്നു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഏതൊക്കെയാണ് മധ്യവർഗത്തിന് പ്രയോജനമാകുന്ന ഏതൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ രാജ്യം കാത്തിരിക്കുകയാണ്. ബിസിനസ് ഡെസ്കിൽ നിന്ന് കൃഷ്ണ ചെറിയാൻ, ആർ അച്യുതൻ, ധനമന്ത്രാലയത്തിന് മുന്നിൽ ബൽറാം നെടുങ്ങാടി, വിജയ് ചൗക്കിൽ വിനിത വിജയ് ചൗക്കിൽ തന്നെയുണ്ട്. ആദ്യം ഞാൻ ബൽറാമിലേക്കൊന്ന് പോകുന്നു. ബൽറാം, ഇതിപ്പോൾ മൂന്നാം മോദി സർക്കാരിൻ്റെ രണ്ടാമത്തെ സമ്പൂർണ്ണ ബജറ്റാണ്. ഇവിടെ തെരഞ്ഞെടുപ്പുണ്ട് എന്ന് പറയുമ്പോഴും ഒരു ഡൽഹി തെരഞ്ഞെടുപ്പ്, ഒരു ബീഹാർ തെരഞ്ഞെടുപ്പ് മാത്രമാണ്. ഒരുപക്ഷെ അടുത്ത വരാനിരിക്കുന്ന വർഷങ്ങളെ പോലെ തെരഞ്ഞെടുപ്പ് ആധിക്യമുള്ളൊരു വർഷമല്ല. അപ്പോൾ കുറച്ച് ലോജിക്കലായി അധികം അപ്പീസ്മെന്റ് നടപടികളില്ലാതെ കുറച്ച് ദൈർഘ്യത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ബജറ്റാണോ അല്പസമയത്തിനകം പ്രതീക്ഷിക്കേണ്ടത് ബൽറാം? ഹാഷ്മി, ഇത്തവണ ഈ സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് ധനമന്ത്രിക്ക് ഇത്തവണ സമ്മർദ്ദമില്ല. അത്തരത്തിൽ തെരഞ്ഞെടുപ്പിന്റെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ, നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ സമ്മർദ്ദമില്ല. അതേസമയം മുന്നിലുള്ളത്, തൊട്ടടുത്തുള്ളത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അത് പ്രചരണം അവസാന ഘട്ടത്തിലാണ്. എങ്കിൽ പോലും ഡൽഹിയിൽ നിർണായകമായി മാറുന്നത് മധ്യവർഗത്തിന്റെ വോട്ടുകൾ തന്നെയാണ്. ഒരു നഗരത്തെ സംബന്ധിച്ചിടത്തോളം മധ്യവർഗം തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതടക്കം മനസ്സിൽ കണ്ടുള്ള ഒരു ബജറ്റ്, രാജ്യത്താകെയുള്ള ഏറ്റവും വലിയ ശക്തിയായ, ശേഷിയായ മധ്യവർഗത്തെ മുന്നിൽ കണ്ടുള്ള ഒരു ബജറ്റ് എന്നുള്ളതാണ് പ്രധാനമായും വിലയിരുത്തപ്പെടുന്നത്. അതിൽ പല കാരണങ്ങൾ, തൊഴിലില്ലായ്മ, വിലക്കയറ്റം അടക്കമുള്ള ദുരിതങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു വിഭാഗവും രാജ്യത്തെ മധ്യവർഗമാണ്. ഇത് കണക്കാക്കിക്കൊണ്ട് മധ്യവർഗത്തെ പ്രീതിപ്പെടുത്താൻ ഉള്ള ചില പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത്. അതിൽ പ്രത്യേകിച്ചും നികുതി സ്ലാബുകൾ സംബന്ധിച്ച് മാറ്റമുണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അത്തരത്തിലുള്ള വിലയിരുത്തലുകളുണ്ട്. 10 ലക്ഷം പരിധിയാക്കി ഉയർത്തിയേക്കുമെന്നും ഒപ്പം തന്നെ കേരളം 24,000 കോടി രൂപയുടെ പ്രോജക്റ്റുകൾ നൽകിയിട്ടുണ്ട്, പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിരവധി റെയിൽവേ പദ്ധതികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ബജറ്റുകളൊന്നും കേരളത്തിനെ കാര്യമായി പരിഗണിച്ചില്ല. ഇത്തവണയും എന്താണ് കേരളത്തിന് വേണ്ടി കേന്ദ്രം തരുന്നതെന്നതിനെ സംബന്ധിച്ച് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എയിംസിനും ഒപ്പം തന്നെ വയനാട് പുനരധിവാസത്തിനുമാണ് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നത്. എയിംസ് നമുക്ക് എന്നേ ലഭിക്കേണ്ടതാണ്. പക്ഷേ കേരളത്തിലായതുകൊണ്ട് എയിംസിനെ തരാതെ ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയാണ്. പക്ഷേ എയിംസ് നമുക്ക് തരാതിരിക്കുന്നതിന് യാതൊരു ന്യായീകരണമില്ല. എവിടെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഇതുവരെയും പരിഗണിച്ചിട്ടില്ല. അതുപോലെ തന്നെ വയനാട് പുനരധിവാസ പാക്കേജിൻ്റെ കാര്യത്തിലും കേന്ദ്ര ഗവൺമെൻറ് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ മാത്രമേ ഈ കാര്യങ്ങളിൽ എന്ത് നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത്. നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. അനുകൂലമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മധ്യവർഗത്തിനടക്കം വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് മോദി സർക്കാരിൻ്റെ ബഡ്ജറ്റ് ഏകാകാലത്ത് സമ്പന്ന വർഗത്തിന് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, അവരുടെ താല്പര്യങ്ങൾ താലോലിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചുള്ളത്. ഇത്തവണയും അത് തന്നെയായിരിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാവില്ലെന്ന് തോന്നുന്നു. എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അതെ. തീർച്ചയായും കൊടിക്കുന്നിൽ സുരേഷ് എംപിയാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. പ്രതീക്ഷയോടുകൂടി കേരളത്തിനെ കാത്തിരിക്കാമെന്ന് തന്നെയാണ് പറയുന്നത്. പൊതുവെ സമ്പന്ന വർഗത്തിനൊക്കെ തന്നെ വലിയ പ്രാധാന്യം നൽകുന്നതാകും ബഡ്ജറ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണമുള്ളത്. എങ്കിൽ പോലും എയിംസും വയനാടും ഉൾപ്പെടെയുള്ള ചില ആവശ്യങ്ങൾ കേരളവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം ആകാംക്ഷയോടുകൂടിയും ഒപ്പം പ്രതീക്ഷയോടുകൂടിയും കാത്തിരിക്കുകയാണ്. ഇത്തവണയെങ്കിലും വയനാടിന് ഒരു പരിഗണന ലഭിക്കണമെന്ന് തന്നെയാണ് കഴിഞ്ഞ സമ്മേളനങ്ങളിലൊക്കെ തന്നെ എംപിമാരടക്കം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ആവശ്യം ഇത്തവണയെങ്കിലും പരിഗണിക്കപ്പെടുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹാഷ്മി, ഇന്നലെ നടന്ന നയപ്രഖ്യാപന പ്രസംഗങ്ങളിലേക്കടക്കം മധ്യവർഗത്തിന് ഉൾപ്പെടെ വലിയ ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ രാഷ്ട്രപതിയും ഒക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് 8-7 തവണ അത്തരത്തിലേക്ക് മധ്യവർഗം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആ വിഭാഗത്തിന്, ഇടത്തരക്കാർക്ക് ബഡ്ജറ്റിൽ എന്ത് മാജിക്കാണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് പരിഗണനയാണ് ഉള്ളത് എന്നുൾപ്പെടെ ഉള്ള വലിയൊരു ആകാംക്ഷയോട് കൂടി തന്നെയാണ് രാജ്യം. മധ്യവർഗത്തിന് എന്താണ് പ്രതീക്ഷകൾ? നികുതി സ്ലാബിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് അവതരിപ്പിച്ച ബജറ്റിലും കാര്യമായ ജനപ്രിയ പ്രഖ്യാപനം ഉണ്ടായിരുന്നില്ല. അത് ഒരുപക്ഷെ അന്ന് 400 പാർ പ്രതീക്ഷകളായിരുന്നു. അതങ്ങനെയല്ല എന്നതിന് ശേഷം തിരിച്ചറിയുകയും തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതുകൊണ്ട് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഇക്കുറി ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ആ ചുവന്ന പെട്ടിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പറയുന്നത് പോലെ GST നഷ്ടപരിഹാരം നിർത്തലാക്കൽ, കേന്ദ്രവിഹിതത്തിലെ കുറവ് കാരണം സംസ്ഥാനം കൊടിയ സാമ്പത്തിക ഞെരുക്കം നേരിടുന്നു, 24,000 കോടി പ്രത്യേക പാക്കേജ് സംസ്ഥാനം ആവശ്യപ്പെടുന്നു. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. എയിംസിന് ആവശ്യം കാലാകാലങ്ങളെന്നപോലെ ഇപ്പോഴും നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോഴും അത് യാഥാർത്ഥ്യമായിട്ടില്ല. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നതല്ലാതെ ഒരു ശരിയായ എയിംസ് എന്തായാലും ഇതുവരെ കേരളത്തിന് ഉണ്ടായിട്ടില്ല. ഇക്കുറിയും അത് പ്രതീക്ഷിക്കുന്ന വലിയ അർത്ഥമുണ്ടോ എന്ന കാര്യം നമുക്കറിയില്ല.